ഹലോ. അപ്പൊ ഇന്നിന് നമ്മൾ എടുക്കാൻ പോകുന്നത് മഹാഭാരതം ഒരു ഊർജ്ജസ്വല ഗ്രന്ഥം എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക്കാണ്. എന്നാൽ എക്സാമിന് പൊതുവെ ചോദിക്കാറുള്ള ഒരു ഭാഗം കൂടിയാണ് ഈ മഹാഭാരതത്തിന്റെ ഊർജ്ജസ്വലത എന്ന് പറയുന്നത്. മഹാഭാരതത്തിന്റെ മുഖ്യ സവിശേഷതയാണ് അതിന്റെ ഊർജ്ജസ്വലത എന്ന് പറയുന്നത്. സംസ്കൃത പതിപ്പിന്റെ രചനയോട് കൂടിയിട്ട് അതിന്റെ വളർച്ച അവസാനിച്ചിരുന്നില്ല. മറിച്ച് പല ഭാഷകളിലായിട്ട് ഇതിഹാസത്തിന്റെ പതിപ്പുകൾ രചിക്കുകയുണ്ടായി. ഇതിഹാസത്തിന്റെ കേന്ദ്ര കഥ പോലും പല വിധത്തിലാണ് പുനർവായിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലെ പല സംഭവങ്ങളും ശില്പങ്ങളിലും ചിത്രങ്ങളിലും ആവിഷ്കരിക്കുകയും ചെയ്തു. നാടകം, നൃത്തം തുടങ്ങിയിട്ടുള്ള ഒരുപാട് അനുഷ്ഠാന കലകൾക്ക് ഇത് പ്രമേയമാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു ഇതിഹാസത്തിലെ അല്ലെങ്കിൽ മഹാഭാരതത്തിലെ കേന്ദ്ര കഥയെ എഴുത്തുകാർ അവരുടെ സർഗ സൃഷ്ടികളിലൂടെ പുനരാവിഷ്കരിച്ചു എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ VS ഖണ്ഡേക്കറുടെ യയാതി, അതുപോലെ MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴം, അടുത്തത് മഹാശ്വേതാദേവിയുടെ കുന്തിതാ നിഷാദി. ഇതൊക്കെ മഹാഭാരതത്തിന്റെ കേന്ദ്ര കഥകളെ ആസ്പദമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മഹാഭാരതത്തിലെ കഥകളെ ആസ്പദമാക്കിക്കൊണ്ട് എഴുത്തുകാർ രചിച്ചിട്ടുള്ള അവരുടെ രചനകളാണ്. ഇത്തരത്തില് മഹാഭാരതം ഒരു ഊർജ്ജസ്വല ഗ്രന്ഥമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ എക്സാമിന് ചോദിക്കും ഈ ഒരു ഭാഗം. അപ്പൊ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയണേ.